നമസ്കാരം. മന്ത്രിമാരുടെ നിയമനത്തിന് അംഗീകാരം തേടി പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്ത മാൽഡീവ്സിന്റെ പ്രസിഡന്റായ ചൈനീസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്ന മാൽഡീവ്സിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മുയ്സുവിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടിയായ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി എതിർത്ത 4 മന്ത്രിമാരിൽ 3 പേർക്കും മാൽഡീവ്സ് പാർലമെന്റിൽ അംഗീകാരം ലഭിച്ചിട്ടില്ല. ഒരു മന്ത്രിക്ക് മാത്രമാണ് നിലവിൽ അനുമതി ലഭിച്ചിട്ടുള്ളത്. മാലിദ്വീപിലെ ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ തെരഞ്ഞെടുപ്പിലൂടെ നിയമിതനാണ് എങ്കിൽ പോലും പാർലമെന്റിനുള്ളിൽ അവർ അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് ആ പദവിയിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും വോട്ടെടുപ്പിന് മുൻപ് നടന്ന ചർച്ചയിൽ ഞായറാഴ്ച ഭരണ പ്രതിപക്ഷ എംപിമാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച അത് ലോകം മുഴുവനും വൈറലായിരുന്നു. കാരണം അത്ര വലിയ ഒരു കൂട്ടത്തല്ല് തന്നെയായിരുന്നു മാൽഡീവ്സിലെ പാർലമെന്റിനുള്ളിൽ നടന്നത്. ഹൗസിംഗ് മന്ത്രിയായ അലി ഹൈദർ അഹമ്മദ്, അറ്റോർണി ജനറലായ അഹമ്മദ് ഉഷം, ഇസ്ലാമിക് മന്ത്രിയായ മുഹമ്മദ് ഹഷീം അലി സയ്യിദ് എന്നിവരെയാണ് നിലവിൽ മാൽഡീവ്സിന്റെ പാർലമെന്റ് തള്ളിയിരിക്കുന്നത്. സാമ്പത്തിക കാര്യ മന്ത്രിയായ മുഹമ്മദ് സയ്യിദ് MDPയുടെ വിപ്പിനെ അതിജീവിച്ചിട്ടുണ്ട്. എന്തായാലും മന്ത്രിസഭയിലെ മറ്റ് 18 അംഗങ്ങൾക്ക് കൂടി പാർലമെന്റിന്റെ അനുമതി ലഭിച്ചിട്ടുമുണ്ട്. ഇതേ സമയം തന്നെ പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള MDPയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികൾ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിനെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനായുള്ള MDP എംപിമാരുടെ ഒപ്പ് ശേഖരണവും ഇവർ സജീവമാക്കിയിട്ടുണ്ട്. ഈ ഇംപീച്ച്മെന്റിനെ കുറിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, മാൽഡീവ്സിൽ ഇന്ത്യ വിരുദ്ധ പരാമർശം മുഹമ്മദ് മുയ്സുവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ എടുത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായ പ്രസ്താവനകളും നടപടികളും മറ്റുമാണ് നടത്തിയിരുന്നത്. ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് ഇപ്പോൾ മാൽഡീവ്സിലെ പാർലമെന്റിനുള്ളിലും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മുഹമ്മദ് മുയ്സുവിനൊപ്പം ഉണ്ടായിരുന്ന 3 മന്ത്രിമാരെ അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ MDP ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.